ഇന്ന് എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വീടിൻ്റെ കയറി താമസമായിരുന്നു. അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടിയും കൂടിയാണ് നാട്ടിലെ വെക്കേഷനായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വന്നത്. ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴാണ് വീടിൻ്റെ കൂതാശ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ ദൂരം മമ്മിയൊക്കെ പുതിയ വീട് പണിതെടുത്തേക്ക്. ഇതെൻ്റെ പപ്പയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് എല്ലാവരും എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് ശരിയാക്കാൻ കിടക്കുന്നുണ്ട്. പക്ഷേ അകത്തെ പണികളൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. 3 ബെഡ്റൂമോട് കൂടി ഒരു 2 നില വീടാണ് പണിതിരിക്കുന്നത്. 13 സെൻറ്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. പിന്നെ വീടിനകത്ത് ഒരു ലിവിങ് റൂമുണ്ട്. പിന്നെ വീടിനുള്ളിൽ പപ്പയും മമ്മിയും ചേച്ചിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയ ഡൈനിങ് റൂം, പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കിച്ചനാണ്. കിച്ചൺ വലിയ കിച്ചണൊന്നുമല്ല, ഒരു ചെറിയ കിച്ചൺ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ വലിയ ആഡംബരമായിട്ടുള്ള വീടൊന്നുമല്ല, പപ്പയ്ക്കും മമ്മിക്കും താമസിക്കാനല്ലേ. പിന്നെ ഇത് വെളിയിലായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ചായ കുടിച്ചിരിക്കാനായിട്ട് ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബെഡ്റൂമും വിത്ത് അറ്റാച്ചോട് കൂടി ആണ് 2 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കയറിപ്പോകുന്ന സ്റ്റെയറിന് താഴെയായിട്ടാണ് ഹാൻഡ് വാഷ് ചെയ്യുന്ന ഏരിയയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രെയർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഹാളിൻ്റെ സൈഡിലായിട്ട്. പിന്നെ മുകളിലും ഒരു ബെഡ്റൂം, പിന്നെ ഒരു ഹോള്, പിന്നെ ഒരു ബാത്റൂം, പിന്നെ മുകളിലൊരു ബാൽക്കണി, അങ്ങനെയൊക്കെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറകോട്ടാണെങ്കിൽ കുറേ സ്ഥലമുണ്ട് പിന്നീട് റൂം എടുക്കണമെങ്കിൽ എടുക്കാനായിട്ട്. ഇപ്പം പിന്നെ അതൊന്നും ചെയ്യുന്നില്ല. 3 ബെഡ്റൂം തന്നെ വളരെ കൂടുതലാണ്. പപ്പയും മമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് താഴെ വന്നപ്പോഴത്തേന് കൂതാശയ്ക്കായിട്ട് അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 പ്രാർത്ഥന മൂലം ഭാഗ്യചാഴകൂട്ടം തെങ്ങിദോഷ്ടൻ പറവൻ മുങ്ങിപ്പോയി കേട്ടാർക്കും ദാദാ നൽക. അങ്ങനെ കൂതാശയൊക്കെ കംപ്ലീറ്റായി. പാലൊക്കെ കാച്ചി എല്ലാവർക്കും പാലൊക്കെ കുടിക്കാൻ കൊടുത്തു. പിന്നെ ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു. വലിയ ആളൊന്നും ഇല്ലായിരുന്നു, ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ നെയ്ബേഴ്സും. ഞങ്ങൾക്ക് നാളെയാണ് തിരിച്ചു പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ചെന്നിട്ട് പാക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഫുഡ് കഴിക്കാനായിരുന്നു. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, പിന്നെ ചില്ലി ഗോബി, നാരങ്ങ അച്ചാറ്, സലാഡ്, ഇതൊക്കെയായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നേ.